Welcome back to our science class. Today we will study the 5th chapter of standard 6, that is separation of substances. Okay, this is your 5th chapter. Let us learn in detail. Okay. The separation of substances. Why do we need to separate substances? എന്തിനാണ് നമ്മൾ ഈ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? There are two reasons. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും രണ്ട് സാധനങ്ങൾ അത് തമ്മിൽ മിക്സ് ആയിട്ട് പോവുക. അപ്പോൾ നമുക്കിതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യണം. ആ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതിന് രണ്ട് റീസൺസേ ഉള്ളൂ. There are two reasons. First is that because we do not need certain substances. അതായത് നമുക്ക് വേണ്ടാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ എടുത്ത് കളയുക. ഫസ്റ്റ് ഈസ് ദാറ്റ് ബിക്കോസ് വി ഡു നോട്ട് നീഡ് സർട്ടൻ സബ്സ്റ്റൻസസ്. അതായത് ഇപ്പം മണ്ണും അരിയും അല്ലേ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്യാം. അതിനകത്ത് മണ്ണ് അല്ലെ ചെളിയോ കട്ടയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിനെ നമ്മൾ എടുത്ത് കളയും അല്ലേ. ആൻഡ് അതർ തിങ് ഈസ് ദാറ്റ് വി നീഡ് ദ പ്യുവർ സബ്സ്റ്റൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് വേണ്ടത്? വി നീഡ് ദ പ്യുവർ സബ്സ്റ്റൻസ്. നമുക്കതിനകത്തുനിന്ന് പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് മതി അല്ലേ. സോ ദർ ആർ ടു റീസൺസ്. ഓക്കെ, ഫസ്റ്റ് ഈസ് വി ഡോണ്ട് need certain substances, and second thing is that we need the pure substances. Okay, and there are so many methods. Can you see this? There is a table. First is separation process. Separate stones from rice. അതായത് റൈസിനകത്ത് സ്റ്റോൺസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? പർപ്പസ് ഫോർ വിച്ച് വി ഡു ദ സെപ്പറേഷൻ ടു റിമൂവ് ഇംപ്യൂരിറ്റീസ് ഓർ ഹാംഫുൾ കമ്പോണൻസ് അല്ലേ. ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുക. വൈ ഡു വി ഡു വിത്ത് ദ സെപ്പറേറ്റ് കമ്പോണൻറ്റ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എങ്ങനെയായിരിക്കും നമ്മൾ എടുത്ത് കളയുന്നത്? വി ത്രോ എവേ ദ ഇംപ്യൂരിറ്റീസ് അല്ലേ. നെക്സ്റ്റ് ഈസ് ചർണിങ് മിൽക്ക് ടു ഒബ്റ്റെയിൻ ബട്ടർ. അതുപോലെ തന്നെയാണ് മിൽക്കിനകത്തുനിന്ന് നമ്മൾ ബട്ടർ കിട്ടുന്നത്. പർപ്പസ് ഫോർ വിച്ച് വി ഡു ദ സെപ്പറേഷൻ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ടു സെപ്പറേറ്റ് ടു ഡിഫറെൻറ്റ് ബട്ട് യൂസ്ഫുൾ കമ്പോണൻസ് അല്ലേ. മിൽക്കിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ബട്ടറും മിൽക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആയിരിക്കും. എങ്ങനെയായിരിക്കും നമ്മൾ അവയെ സെപ്പറേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അവയെ സെപ്പറേറ്റ് ചെയ്യുന്നത്? വി യൂസ് ബോത്ത് ദ കമ്പോണൻസ്. നെക്സ്റ്റ് ഈസ് സെപ്പറേറ്റ് ടീ ലീവ്സ്. അത് നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുന്ന അല്ലേ. ടീ ലീവ്സ് നമ്മുടെ അമ്മ ടീ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് ലീവ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു റിമൂവ് നോൺ യൂസ്ഫുൾ കമ്പോണൻസ്. ഓക്കെ, വി ത്രോ എവേ ദ സോളിഡ് കമ്പോണൻറ്റ്. അതിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? അതിനകത്ത് സോളിഡ് കമ്പോണൻ്റ് ആയിട്ടുള്ള ലീവ്സിനെ നമ്മളെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ. ആൻഡ് ഫസ്റ്റ് മെത്തേഡ് ഈസ് ഹാൻഡ് പിക്കിംഗ്. ഹാൻഡ് പിക്കിംഗ് മെത്തേഡ്. ഈ ഹാൻഡ് പിക്കിംഗ് മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? അതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസും ഇഷ്ടമില്ല അല്ലേ. നമ്മൾ എന്തെടുക്കും? വി സിംപ്ലി പിക്കിംഗ് ഔട്ട് ദ വെജിറ്റബിൾസ്. നമുക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസിനെ നമ്മളെടുത്ത് കളയും. ഇത് തന്നെയാണ് ഹാൻഡ് പിക്കിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് can be used for separating slightly layer sized impurities like the pieces of dirt, stone and husk from wheat, rice or pulses. ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, can you see this? This is hand picking method. In this method
can be used for separating slightly larger sized impurities. അതായത് സൈസ് ഇച്ചിരി കൂടിയ impurities like the piece of dirt, stone and husk from wheat, റൈസ് ഓർ പൾസസ്. അതായത് ഈ പൾസസിനകത്തെ റൈസിനകത്തെയൊക്കെ സ്റ്റോൺസ് കല്ലുകളൊക്കെ കാണും. അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കളയുന്നത്? ബൈ ദ ഹാൻഡ് പിക്കിംഗ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ത്രഷിംഗ്. വാട്ട് ഈസ് ത്രഷിംഗ്? Can you see this? This is threshing. The process that is used to separate grain from stalks is threshing. അതായത് നമ്മൾ ധാന്യങ്ങൾ അല്ലേ, ധാന്യങ്ങളെ നമ്മൾ വേർതിരിക്കുക, അതിൻ്റെ സ്റ്റോക്സിൽ നിന്ന് വേർതിരിക്കുന്ന ആ മെത്തേഡാണ് ത്രഷിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഗ്രെയിൻ ഫ്രം സ്റ്റോക്സ്, ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ത്രഷിംഗ്. Okay. Threshing is done with the help of bullocks. Machines are also used to thresh large quantities of grains. അതായത് ഇപ്പോൾ നമ്മൾ മെഷീൻസൊക്കെ ഉപയോഗിച്ചും ത്രഷിങ് നടത്താറുണ്ട്. കാരണം ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്രെയിൻസ് അല്ലേ, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്രെയിൻസ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ മെഷീൻസ് ഉപയോഗിച്ച് ത്രഷിങ് നടത്താറുണ്ട്. വാട്ട് ഈസ് ത്രഷിങ്? ദ പ്രോസസ് that is used to separate grain from stalks is called threshing. Next method of separation is winnowing. Okay, can you see this? This is winnowing. This method of separating components of a mixture is called winnowing. This method of separating components of a mixture is called winnowing. Winnowing is used to separate heavier and lighter components of a mixture by wind or blowing air. അതായത് നമ്മൾ കാറ്റ് വരുമ്പോഴത്തേന് ഈ നെല്ലിനകത്തുനിന്ന് അതിൻ്റെ പതിര് വേർതിരിക്കത്തില്ലേ, ദിസ് മെത്തേഡ് ഈസ് കോൾഡ് വിനോയിങ്. ദിസ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് components of a mixture is called winnowing. Winnowing is used to separate heavier and lighter components of a mixture by wind. അതായത് വിൻഡിൻ്റെ സഹായത്തോടെ അതിലുള്ള കമ്പോണൻസിനെ വേർതിരിക്കുക. ഓക്കെ, separate the heavier and lighter components of a mixture by wind. This method is called winnowing. Okay. Next is sieving. ഇതെല്ലാം മെത്തേഡ് ഓഫ് സെപ്പറേഷൻ അത് വരുന്നതാണ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് sieving. What is sieving? Sieving allows the fine flour particles to pass through the holes of sieve while the bigger impurities remain on the sieve. അതായത് നമ്മൾ ഈ അരിയൊക്കെ നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിച്ച് മാറ്റത്തില്ലേ, അപ്പോൾ അതിനകത്ത് ബിഗർ ഇമ്പ്യൂരിറ്റീസ് എല്ലാം എവിടെ കാണും? ആ സീവേൽ അല്ലെങ്കിൽ ആ അരിപ്പയിൽ കാണും. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് സീവിങ്. സീവിങ് അലോസ് ദ ഫൈൻ ഫ്ലോർ പാർട്ടിക്കിൾസ്. ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? ഫൈൻ ഫ്ലോർ പാർട്ടിക്കിൾസ്, അതായത് തരിയൊന്നും ഇല്ലാത്ത ഫ്ലോർ അല്ലേ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. സീവിങ് അലോസ് the fine flour particles to pass through the holes of the sieve while the bigger impurities remain on the sieve. Okay, this is sieving. And in this method we may separate pebbles and stones from the sand. അതായത് സീവിങ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ പെബിൾസ്, can you see this? Pebbles and stones from the sand is separated from this method. Can you see this? അതായത് ബിൽഡിങ്സ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുമ്പോഴത്തേന് നമ്മൾ സാൻഡിൽ നിന്ന് പെബിൾസ് കല്ലുകളും അതുപോലെ സ്റ്റോണും എല്ലാം മാറ്റുന്നത് ഈ സീവിങ് മെത്തേഡ് ഉപയോഗിച്ചാണ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദിസ് മെത്തേഡ് ഈസ് കോൾഡ് സീവിങ്. ഓക്കെ, and next is sedimentation. Sedimentation, decantation and filtration. Okay,
When the heavier components in a mixture settled after water is added to it, this process is called sedimentation. Sedimentation എന്ന് പറഞ്ഞാൽ sedimentation is the process of removing insoluble impurities by allowing the impurities to settle down, leaving clear water above. Okay, sedimentation മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ the process of removing insoluble impurities, അതായത് ഇൻസോലുബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു, leaving clear water above. In the previous class you are already study about sedimentation. Can you see this? The impurities are mixed with the water, and after some times the particles settle down at the bottom of the beaker. Okay, can you see this? The particles are settled down in the bottom of the beaker, and okay, and the clear water, can you see this? This is clear water and the particles are settled down at the bottom. This method is called sedimentation. What is sedimentation? Sedimentation is the process of removing insoluble impurities by allowing the impurities to settle down and leaving clear water above. Okay. And next is decantation. Decantation is the another method of removing insoluble impurities. The process of pouring the clear liquid into another beaker without disturbing the sediment. This process is called decantation. അതായത് so in this method, can you see this? ഈ ക്ലിയർ വാട്ടറിനെ നമ്മൾ വേറൊരു ബീക്കറിലോട്ട് ഒരു ഡിസ്റ്റർബൻസും അതിൻ്റെ ഇമ്പ്യൂരിറ്റീസിനൊന്നും ഒരു ഡിസ്റ്റർബൻസും വരുത്താതെ കണ്ട് നമ്മൾ വേറൊരു ബീക്കറിലേക്ക് ഇത് മാറ്റുന്നു. ഈ മെത്തേഡിനാണ് നമ്മൾ ഡീക്കേൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഡീക്കേൻറ്റേഷൻ? ഡീക്കേൻറ്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് pouring the clear liquid into another beaker without disturbing the sediment. സെഡിമെൻറ്റിനെ ഒരു ഡിസ്റ്റർബൻസും വരുത്താതെ കണ്ട് ആ ക്ലിയർ ലിക്വിഡിനെ നമ്മൾ വേറൊരു ബീക്കറിലേക്ക് ഒഴിക്കുക. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ഡീക്കേൻറ്റേഷൻ. ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ട് ഈസ് ഫിൽട്രേഷൻ? ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് ഫ്രം വാട്ടർ യൂസിങ് ഫിൽറ്റർ പേപ്പർ. അതായത് ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫിൽട്രേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് ഫ്രം വാട്ടർ യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. ഓക്കെ, can you see this? In this method, this method is called filtration. Insoluble substances is poured into a funnel having a filter paper, having a cone of filter paper. Can you see this? This is filter paper. You will find that insoluble substance remain on the filter paper. അതായത് ഇൻസോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എവിടെ കാണും? ഈ ഫിൽറ്റർ പേപ്പറിൽ കാണും. You will find that the insoluble substance remain on the filter paper and clear water collects the vessel kept under the funnel, and this clear water is called a filtrate. ഈ വാട്ടറിന് പറയുന്ന പേരാണ് filtrate. Okay, these are the methods of suppression. And next is evaporation. What is evaporation? The process of the process of conversion of water into water vapor is called evaporation. അതായത് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുന്ന ആ ഒരു വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇവാപ്രേഷൻ. ദ പ്രോസസ് ഓഫ്
conversion of water into water vapor. This process is called evaporation. Can you see this? Okay. And in this method we obtain the salt from salt water. അതായത് നമുക്ക് ഉപ്പ് ലഭിക്കുന്നത് അല്ലെ സോൾട്ട് നമ്മൾ എങ്ങനെയാണ് സോൾട്ട് വാട്ടറിൽ നിന്ന് നിർമ്മിക്കുന്നത് ആ മെത്തേഡാണ് ഇവാപ്രേഷൻ. നെക്സ്റ്റ് മെത്തേഡ് ഈസ് കണ്ടൻസേഷൻ. വാട്ട് ഈസ് കണ്ടൻസേഷൻ? ദ പ്രോസസ് ഓഫ് conversion of water vapor into its liquid form is called condensation. കണ്ടൻസേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ വാട്ടർ വേപ്പർ തിരിച്ച് ലിക്വിഡായിട്ട് മാറുന്നു. സോ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. ഓക്കെ. We have thus separated salt, sand and water using the process of decantation, filtration, evaporation and condensation. What is condensation? The process of conversion of വാട്ടർ വേപ്പർ ഇൻറ്റു ഇറ്റ്സ് ലിക്വിഡ് ഫോം. അതായത് വാട്ടർ വേപ്പർ തിരിച്ച് അതിൻ്റെ ലിക്വിഡ് ഫോമിലോട്ട് മാറുന്നതാണ് കണ്ടൻസേഷൻ. ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ ഫോമിലോട്ട് മാറുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവാപ്രേഷൻ. ഓക്കെ. And more substances can be dissolved in a solution by heating it. Water dissolves different amount of soluble substances in it. Water dissolves different amount of soluble substances in it. വാട്ടറിൽ ഒരുപാട് സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യും. A saturated solution is one in which no more of that substance can be dissolved. അതായത് a saturated solution എന്ന് പറഞ്ഞാൽ a saturated solution is one in which no more of that substance can be dissolved. Okay, this solution is called saturated solution. Okay. These are all today's topic. You study well. We will meet in the next class. Thank you.